എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. എന്താന്നല്ലേ, നമ്മുടെ പച്ചപ്പയറ് മെഴുക്ക് പുരട്ടി. അയ്യോ, എന്റെ ഒരു പച്ചപ്പയർ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പറിച്ചിട്ട് വരണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറിക്കാം. അപ്പൊ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറിച്ചിട്ട് വരാം. അപ്പൊ ഇത് മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ തൃശ്ശൂരിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ മെഴുക്ക് പുരട്ടികൾ കുറവാണെന്ന് തോന്നുന്നുണ്ട്. ഉപ്പേരിയാണ് നമ്മുടെ തൃശ്ശൂരിൽ വരുന്നത്, ഉപ്പേരി എന്നാ പറയാറ്. അപ്പൊ ഇത് ഞങ്ങളുടെ കോട്ടയം സ്റ്റൈലുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിത് വളരെ സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാനൊക്കെ. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ ചോറ് കൊടുത്തു വിടാനൊക്കെ, ഇത് ഞാൻ കഴുകി വെച്ചാട്ടോ, ചോറ് കൊടുത്തു വിടാനൊക്കെ ഏറ്റവും നല്ലൊരു ഐറ്റമാണ് ഇത്. അപ്പൊ ഇതിന് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഈ നീളത്തില് ആക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കാം. ഇതിങ്ങനെ ഓരോന്നായിട്ട് അരിയാൻ നിൽക്കണ്ട കേട്ടോ, നമുക്ക് സമയം ഒരുപാട് ലാഭിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഒരുമിച്ചെടുക്കും എല്ലാം കൂടെ. ഇത് നമ്മൾ അതിന്റെ അറ്റം ഇങ്ങനെ കട്ട് ചെയ്യും. മൂത്തതൊക്കെ ആണെങ്കിൽ അതിന്റെ കുരു എടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഞാൻ കാണിച്ചു തരുന്ന കറികളും ഞാൻ കാണിച്ചു തരുന്ന രീതിക്ക് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ട് എന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. അടുത്തതെടുക്കാം. ഇപ്പൊ ഇങ്ങനെ കൈകൊണ്ട് അരിയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കത്രിക എടുത്തിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. നമ്മളെ പയറിതാ ഉണങ്ങിപ്പോയി കേട്ടോ. സാരമില്ല, എന്റെ മണി എടുക്കാം, നമുക്ക് മണിയല്ല എന്റെ കുരു എടുക്കാം. ഇതെടുക്കാം. സ്വന്തം പയറ് പറിച്ചിട്ട് മെഴുക്ക് പുരട്ടി വെക്കാൻ പോകുന്നത്. ആഹാ, ഇതാ ഇത്രയും കിട്ടുള്ളൂ കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇവിടെ വാ, ഇത്രയും കിട്ടി. പക്ഷെ മതി, അതിന്റെ കൂടെ ഇട്ട് വെക്കാമല്ലോ, അപ്പൊ ഒരു സന്തോഷം. ഇവിടെ എല്ലാം എന്താണ്ടൊക്കെ നട്ടൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും എല്ലാം സമയം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ഇതിന്റെ പുറകെ നമ്മൾ നിൽക്കണ്ടേ, എന്നാലും അതൊക്കെ സാധിച്ചില്ലേ. ബാ, നമ്മുടെ പയറ് നമ്മുടെ വീട്ടിലുണ്ടായ പയറും അല്ലാത്ത പയറൊക്കെ നമ്മൾ അരിഞ്ഞു. അതിലേക്ക് ഞാനിത് ഒരു സവോള ഇങ്ങനെ അരിഞ്ഞിടാൻ പോവാണേ. സവോള ഇട്ടില്ലേലും കുഴപ്പമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടുന്ന കേട്ടോ. ഇനി അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക്, അതായത് മുളകിന്റെ ഒരു ഇത് വെച്ചാല് ഈ ഒരു കറിക്കെന്ന് വെച്ചാല് ചെറിയ മധുരം ഒക്കെ ഉള്ളതുകൊണ്ട് പയറിനൊക്കെ ഉള്ളത് എരിവ് കൂടുതൽ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് കൂടുതൽ മുളക് അരിഞ്ഞിട്ടേക്കാം. വെറുതെ നാലായിട്ട് കീറിയിട്ടാലും മതി കേട്ടോ. ഞാനിത് കിടന്ന് മൊരിഞ്ഞ് ഉണങ്ങുന്നതാണ്, ഇതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്കിതിലേക്കുണ്ടല്ലോ ലേശം ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചത് ശകലം മഞ്ഞൾപ്പൊടി. ഇനി ഇവരെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. നമ്മുടെ പയറും സവോളയും എല്ലാം കൂടെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതിനകത്ത്. ഒരു മൂടി എടുത്തിട്ട് നമുക്ക് മൂടിയും കൂടി വെക്കാം. ഒന്ന് ഇത് തിളച്ച് കഴിയുമ്പോൾ, അതായത് ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തീ കുറച്ച് വെക്കാം. അപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ഇട്ട് നമ്മളിങ്ങനെ വാട്ടി എടുക്കുവാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ് വെക്കാനൊക്കെ. കറി സിമ്പിളാണ് വെക്കാൻ. അപ്പൊ ഇത് നമ്മുടെ പയറിന്റെ വെള്ളമെല്ലാം വറ്റിട്ടോ.
കണ്ടോ? ഇനി നമുക്ക് ഇവനെ ഒന്ന് ജസ്റ്റ് പരത്തിയിട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണ കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓവർ വെളിച്ചെണ്ണ ഒഴിക്കണ്ട. പക്ഷെ ഇതൊക്കെ വെക്കാൻ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വേണം. ഇവരെ നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെണ്ണ എല്ലായിടത്തേക്ക് ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് മൂടി വെക്കാം. സെറ്റ് ആവട്ടെ. അപ്പൊ അത് നമ്മുടെ പയർ ഏകദേശം സെറ്റ് ആവാറായിട്ടോ. ഇങ്ങനെ ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തീ കുറച്ചിട്ടല്ല, തീക്കകത്ത് കിടന്ന് ആയിക്കോളും. ഈ കൂട്ടി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ പുലികളി വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ പിന്നാലെ എടാ. പിന്നെ ഇതുണ്ടോ എൻ്റെ ഒരു പഴയൊരു പിക്ക എന്താ. അപ്പൊ നമ്മുടെ പയറ് മെഴുക്ക് പുരട്ടി. ഇവിടെ മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ മെഴുക്ക് എണ്ണ പുരട്ടിയത്, അതാണ് മെഴുക്ക് പുരട്ടിയുടെ അർത്ഥം. അപ്പൊ ഇത് നമ്മുടെ മെഴുക്ക് ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എത്രത്തോളം മൊരിയിച്ചെടുക്കാവോ അത്രത്തോളം മൊരിയിച്ചെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ചില സമയത്ത് അങ്ങനെ മൊരിയിച്ചൊക്കെ എടുക്കാറുണ്ട്, ചില സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെ വെക്കാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കോട്ടയംകാരുടെ സ്പെഷ്യൽ പയറ് മെഴുക്ക് പുരട്ടിയാണ്. ഇത് നല്ലപോലെ ഡ്രൈ ആക്കി എല്ലാം മുരിയിച്ച് എടുക്കാം. അതൊക്കെ ഓരോ ആൾക്കാർ ഇഷ്ടമാണ് കേട്ടോ. ആൾക്കാർ ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാം, എരിവ് ഇച്ചിരി കൂടുതൽ നിൽക്കണം. ചൂട് ഇതിന് പറയണ്ട, വളരെ ഇഷ്ടം. അടിപൊളി. അപ്പൊ ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ ആയി കഴിയുമ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്യട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണേ. ഓഫ് ചെയ്തു. അപ്പൊ അങ്ങനെ ഓണത്തിന് സ്പെഷ്യലായിട്ട് ഇതുകൂടെ ഉണ്ടാക്കി നോക്കാം. അപ്പൊ അതിന് നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.